16 വർഷം മുമ്പ് ഇത് എൻ്റെ തന്നെ സിനിമയായി മാറണം എന്ന് നിശ്ചയിച്ചത് കൊണ്ടാണോ ബെന്യാമിനെ തിരക്കഥ ഏൽപ്പിക്കാതെ ബ്ലെസ്സി തന്നെ അതിൻ്റെ തിരക്കഥയിലേക്ക് മാറുന്നത്? സിനിമ എന്ന് പറയുന്നത് എനിക്ക് വഴങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നതായിരിക്കണം. അറിയാത്ത ഭാഷ അറിയാതിരിക്കുമ്പോഴുള്ള സംരംഭം പ്രേക്ഷകർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടിയാണോ അറബികളുടെ സംഭാഷണങ്ങളിലൊക്കെ വേണ്ടത്ര സബ്ടൈറ്റിൽ കൊടുക്കാതിരുന്നത്? തീർച്ചയായിട്ടും ആ ചോദ്യം വന്നപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ചത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾക്കും മനസ്സിലായല്ലോ. ആഴത്തിലേക്ക് പോയിട്ട് മണൽ വാരി എടുക്കുന്നു, മണൽ വാരി ജീവിച്ച ഒരു വ്യക്തി, ആ മണലിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തി പിന്നീട് മണലെന്ന് പറയുന്ന സമുദ്രത്തിൽ പെട്ടുപോകുന്നു എന്നുള്ള അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നാണോ അതിൻ്റെ ഉത്തരം വരിക? തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആവണമെന്ന് തൻ്റെ അല്പബുദ്ധിയിൽ ചിന്തിച്ചുറക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല. ആടുകളിലൊന്നുമായിട്ടുള്ള ഒരു ശാരീരികമായ ബന്ധവും ആടുകളെ പലതരത്തിലുള്ള ഓമന പേരിട്ടുള്ള വിളികളുമൊക്കെ അത്തരം രംഗങ്ങൾ അതിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ മരുഭൂമിയുടെ എത്ര കഠിന യാതനകൾക്കിടയിലും അവൻ്റെ ആശ്വാസം കണ്ടെത്തുന്നു, ഒരു ഇൻറ്റിമസി കണ്ടെത്തുന്നു. പിന്നെ അവിടുന്ന് വിട്ടുപോകാനുള്ള ആ ചോദനയ്ക്ക് ഒരു കുറവ് വരും എന്നുള്ളത് ആണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് ശരിയാണ്. എക്സാക്ട്ലി യു ആർ കറക്റ്റ്. ഒരു നാടിനെ വിട്ടിട്ട്, അയാളുടെ കുടുംബത്തിനെ വിട്ടിട്ട്, അയാളുടെ രുചികളെ വിട്ടിട്ട്, മാനവികതയിൽ മനുഷ്യത്വത്തിൻ്റെ ശക്തിയിൽ ഉറച്ച ബോധ്യവുമായിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു യുക്തിവാദിയായ പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പറഞ്ഞ വിശ്വാസം, യുക്തി എന്നതിനൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സമതുലിതാവസ്ഥയിൽ എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത്, അത് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയിലൂടെ മലയാള സിനിമയെ ലോക സിനിമയുടെ വിധാനത്തിലേക്ക് എത്തിച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ ബ്ലെസ്സിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആടുജീവിതം എന്ന സിനിമ, ആ സിനിമയ്ക്ക് മുന്നോടിയായി ഉള്ള നോവൽ, അത് വായിച്ച ലക്ഷക്കണക്കിനായിട്ടുള്ള മലയാളികൾ, അവരുടെ പ്രതീക്ഷകൾ ഒരു ഭാഗത്ത്, ആ പ്രതീക്ഷകളൊന്നുമില്ലാതെ ആദ്യമായിട്ട് സിനിമ മാത്രം കാണുക, നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നുള്ള നിലയ്ക്ക് കയറിയ സാധാരണ പ്രേക്ഷകരും, ഈ രണ്ട് വിഭാഗവും കയറി വിജയിപ്പിച്ച് 100 കോടി ക്ലബ്ബും കഴിഞ്ഞ് അതിൻ്റെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആദ്യമേ തന്നെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇപ്പോൾ ആടുജീവിതം അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് 100 കോടി ക്ലബ്ബ് കഴിഞ്ഞ് ഏതൊക്കെ വിധാനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് ലോകമെമ്പാടും നമുക്ക് ഈ സിനിമ വളരെ അധികം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയും, ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ രാജ്യങ്ങളിലെ അറബികൾ സിനിമ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബഹ്റിനിലൊക്കെ ഇപ്പം പല അറബ്സും ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചതുമൊക്കെ എനിക്ക് വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു ശരിയായിട്ടും നമ്മൾ പറയുമ്പോൾ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. അതിജീവനം എന്ന് പറയുമ്പം എല്ലാവർക്കും അത് ഏറ്റക്കുറച്ചിലുണ്ട്. ഒരു പക്ഷെങ്കിൽ ഓർക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു ഫിലിം മേക്കിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനമാണ്. പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ, ഈവൻ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും PVR ഒക്കെ ഉള്ള ഗ്രൂപ്പുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു ഒട്ടുമിക്ക ജനതകളും. വളരെ അപൂർവമായി ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതൊന്നും അറിയാതെ ഒരു വളരെ സുഖലോലുപതയുടെ. അപ്പം ഇതിനെ അതിജീവിക്കാതെ തകർന്നു പോകുന്നവരാണ് കൂടുതൽ ആൾക്കാർ. അതുകൊണ്ടാണ് ഈ സൂയിസൈഡ് റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലെ മാർക്ക് കുറയുമ്പം അച്ഛൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിനെ പലപ്പോഴും മുന്നോട്ട് ചിന്തിക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ. ഞാൻ ഈ സമയത്ത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ലോഹിയേട്ടൻ്റെ കൂടെ ഒരു 3-4 സിനിമകൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ലോഹിയേട്ടൻ പലപ്പോഴും പറയും, ഈ ഒരു കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ മാർക്കുമായി വീട്ടിലെത്തുമ്പോൾ അച്ഛൻ തല്ലും, അല്ലെങ്കിൽ അച്ഛൻ വളരെയധികം ഉപദ്രവിക്കും, വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭയം കാരണം നാട് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ വീട്ടിൽ ചെന്ന് അച്ഛൻ തല്ലും, വഴക്ക് പറയും.
പക്ഷേ രാത്രി കിടന്ന് ഭക്ഷണം കഴിക്കാതെ നമ്മൾ കിടക്കും. അപ്പോൾ അമ്മ വന്ന് വിളിച്ച് കഞ്ഞി വിളമ്പി തരും. അത് കഴിഞ്ഞ് നാളെ പിറ്റേ ദിവസം ആകുമ്പം ചിലപ്പോൾ ഈ അച്ഛൻ തന്നെ പറയും, മോനെ ഇങ്ങനെ പോരാ, നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. ഇത് ഒരു കഥ പോലെയാണ്, എന്ന് വെച്ചാൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അടുത്ത ദിവസത്തിനെ ഭാവനയിൽ കാണാൻ പറ്റാത്തവരാണ് ഈ നിരാശ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അദ്ദേഹം അതാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. വെച്ചാൽ ഇന്നുണ്ടാകുന്ന ഒരു വിഷമഘട്ടത്തിൽ നിന്ന് അതിനെ അതിജീവിക്കും എന്നുള്ളൊരു ഇമാജിനേഷൻ, ഭാവനയില്ലാത്ത ആൾക്കാരാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാന ബ്രത്ത് വരെയും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും കയറാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ട് കൂടിയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഈ ആടുജീവിതം സിനിമയാക്കുന്നതിന് വേണ്ടിയുള്ള 16 വർഷം എന്ന് പറയുന്നത് ബ്ലസ്സിയെ സംബന്ധിച്ചിട്ടും ഒരു അതിജീവനത്തിൻ്റെ വർഷങ്ങളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരുപക്ഷെ എന്നെപ്പോലെ പലരും പല ഘട്ടങ്ങളിൽ ആലോചിക്കുകയുണ്ടായി. ഈ 16 വർഷങ്ങൾക്കിടയിൽ ഒരു വിവരവും ആ സിനിമയെക്കുറിച്ച് കേൾക്കാനില്ല, ഇപ്പോൾ ഒന്നും അറിയുന്നില്ല. ബ്ലസ്സി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കോവിഡിന് മുൻപുള്ള സമയങ്ങളിൽ, കോവിഡുള്ള സമയങ്ങളിലൊക്കെ. വാസ്തവത്തിൽ ഈ 16 വർഷം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഒരു നോവലിൻ്റെ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ഒരു സിനിമയുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകളും അതിനെ നയിക്കുന്ന സംവിധായകനും ചെയ്യുന്ന യജ്ഞങ്ങളുടെ കണക്ക് പുസ്തകം എന്ന് പറയുന്നത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പാഠപുസ്തകമാവില്ലേ? തീർച്ചയായിട്ടും ഈ 16 വർഷം എന്ന് പറയുമ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഒരു പുസ്തകത്തിനെ തിരക്കഥയാക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ, ആ പുസ്തകം പറയുന്ന കഥയുടെ പ്രായോഗികമായ ലോജിക്കുകൾ. ഇപ്പം പുസ്തകത്തിൽ പറയുന്നത് എല്ലാം നമുക്ക് ചിലപ്പം പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ലോജിക്സ് കാണും ചിലപ്പം. അപ്പം അതിന് കൂടുതൽ റിസർച്ചുകൾ വേണ്ടിയിട്ടുണ്ടാകും. ഇപ്പം ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളെക്കുറിച്ച് കൂടുതലായിട്ട് പുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ ബന്ധുക്കളുടെ ഒരു ജീവിത രീതി എനിക്ക് പഠിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ആ കുബൂസൊക്കെ ഉണ്ടാക്കുന്നത് രീതി, അന്നേരം ഉണ്ടാകുന്ന പാട്ട്, കാര്യങ്ങൾ, അവരുടെ താമസം. കുബൂസ് ഉണ്ടാക്കുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ അതിൽ മണ്ടരികൾ പോലും ഉണ്ടാകുമോ? മരുഭൂമിയിലെ മണ്ടരികൾ. അതിപ്പം മണലും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ്റുതീരത്ത് ഒരാൾ താമസിക്കുമ്പോൾ വെള്ളത്തിനെക്കുറിച്ച് ചോദിക്കുന്നതിൻ്റെ തൊട്ട് തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒമാനിൽ ഒരു ഡെസേർട്ടിനുള്ളിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് കാണുകയും, അപ്പോൾ എൻ്റെ ഡ്രൈവർ, എൻ്റെ വണ്ടി ഓടിച്ച ആൾ പറഞ്ഞു അയാളുടെ സഹോദരനാണ് അവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വലിയൊരു മരുഭൂമിയുടെ നടുക്കായിട്ട് നമ്മളവിടെ ചെല്ലുകയും, അവിടെ ചെല്ലുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു. നമ്മളെ കൂടെ വിളിച്ചിരുത്തി. അപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളാണിപ്പോൾ വേണ്ട ഞാൻ കഴിച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. അപ്പോൾ അതാണ് ആ ഒരു ഈ മനുഷ്യരുടെ ബന്ധങ്ങളുടെയും ആറ്റിറ്റ്യൂഡിൻ്റെയും വലിയ വ്യത്യാസം. അവർ വളരെ എന്താ പറയുക, നമ്മുടെ ഈ ട്രൈബ്സിനെ കൂട്ടുള്ള ആൾക്കാരാണ്. ഈ മരുഭൂമിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന പുറംലോകമായിട്ട് വലിയ ബന്ധങ്ങളില്ലാത്ത. അപ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ കഴിക്കുകയാണ്. അപ്പം ഞാൻ അന്നേരം ഈ ഡ്രൈവറിൻ്റെ അടുത്ത് തിരിച്ച് മടങ്ങുവാൻ ചോദിക്കും, ഇത്രയും വെള്ളമൊക്കെ വളരെ തുച്ഛിച്ചാണല്ലോ. എവിടുന്നെങ്കിലും കിട്ടിയ ഒരു കുടം വെള്ളം, അവർക്ക് വെള്ളം ആവശ്യമില്ല. പലപ്പോഴും വെള്ളത്തിൻ്റെ ഉപയോഗം എനിക്ക് തോന്നുന്നു അവർ കുടിക്കാൻ മാത്രമേ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. അത് തന്നെയല്ല, അവർക്ക് ഈ ഒട്ടകങ്ങളെങ്ങനെ മരുഭൂമിയിൽ കഴിയുന്നത്, വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പറഞ്ഞിട്ട് തന്നെയാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മളിങ്ങനെ കൈ കഴുകിക്കളയുന്നു എന്നിങ്ങനെ എന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസമായ രീതിയിൽ. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിത് വെള്ളം പോലും കിട്ടാത്തടത്ത് ഈ മരുഭൂമിക്കുള്ളിൽ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യം? ഇപ്പം ഒത്തിരി ഡെവലപ്പായില്ലേ, ഒരു 10-20 കിലോമീറ്റർ മാറിയാൽ നിങ്ങൾക്ക് ടൗൺഷിപ്പിൽ വന്ന് താമസിക്കരുത് ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഇതിനുള്ളിലെ ജീവിതമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. എപ്പോഴും അവനവൻ്റെ ആവാസ സ്ഥലങ്ങളിൽ അവൻ്റെ രീതികളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും, ചുരുക്കം പേരൊഴിച്ച് കഴിഞ്ഞാൽ. 16 വർഷം മുമ്പ് ഇത് എൻ്റെ തന്നെ സിനിമയായി മാറണം എന്ന് നിശ്ചയിച്ചത് കൊണ്ടാണോ ബെന്യാമിനെ തിരക്കഥ ഏൽപ്പിക്കാതെ ബ്ലസ്സി തന്നെ അതിൻ്റെ തിരക്കഥയിലേക്ക് മാറുന്നത്? അല്ല, അങ്ങനെ ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് വഴങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നതായിരിക്കണം, എൻ്റെ ചിന്തകളിലൂടെ പോകുന്നതായിരിക്കണം
ഞാനൊരു എഴുത്തുകാരനല്ല, ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വന്നൊരു ഡയറക്ടറാകുകയും വളരെ നിർബന്ധമായി അബദ്ധത്തിൽ ഞാൻ കാഴ്ചയുടെ സ്ക്രിപ്റ്റ് എഴുതുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ധാരാളം വായിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പലപ്പോഴും കഥകളും ചിന്തകളും ഒക്കെ എനിക്ക് വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള പൂർണ്ണ അവകാശമൊന്നും കാണിക്കുന്നില്ല. കാരണം അടുത്തത് എഴുതാൻ പറ്റുമോ എന്നുള്ളത് എഴുതി കഴിയുമ്പോൾ അറിയും. പക്ഷേ അതിനുവേണ്ടി വലിയൊരു ശ്രമം നടത്തും. അറിയാത്ത പണിയായതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രമം അതിന് സമയവും നടത്തും എന്നുള്ളതാണ്. അപ്പം എനിക്ക് പുറത്തുനിന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി സിനിമ ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഞാൻ കാണുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഫീലിൻ്റെ തോക്കിൻ്റെ പാത്തി വെച്ച് അടി കിട്ടിയിട്ട് നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന അയാളുടെ അരികിലൂടെ ഈ ടാങ്കിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന വെള്ളം ഒഴുകുന്നു എന്ന് പറയുന്നതിൽ നിന്ന്, ആ ഒഴുകുന്ന നീർച്ചാല് മണലിലൂടെ ഒഴുകി അതൊരു പുഴയായി മാറുന്നു എന്നുള്ളത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇതൊരു എഡിറ്റിങ്ങിൻ്റെ മികവാണോ, VFXൻ്റെ മികവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് സ്ക്രിപ്റ്റിൽ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. കാരണം അത് എഴുതുമ്പോൾ ആ ടാങ്ക് ഓവർഫ്ലോ ആകുന്നതിനെക്കുറിച്ച് അയാൾ പറയുന്നതും ആ വെള്ളം ഒഴുകുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ. കുറച്ച് ജലം അയാളുടെ ശൗചം ചെയ്ത് കഴുകുന്നതിന് വേണ്ടി എടുത്തുകൊണ്ട് പോയതിന് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി പോയ ഒരാൾ, അതായത് വെള്ളം ടാങ്കറിൽ അടിച്ച് അതിന് പൈസ കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ ഇവിടെ സമൃദ്ധി അല്ലാത്ത, അല്ലെങ്കിൽ തീരെ ലഭ്യമല്ലാത്ത ഒരു സാധനം താഴെ വീണ് നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ രോഷം, അത് മണലിലേക്ക് ആഴ്ന്നിറങ്ങുക. ഈ മണലിനെ ജലത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ട് വന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇതിൻ്റെ അകത്ത് വലിയൊരു ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ചിന്തകളുണ്ട്. അപ്പം അങ്ങനെ എഴുത്തിലൂടെ അങ്ങനെ കൊണ്ടുവരാനും ദൃശ്യത്തിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നത് ഒരു സാഹിത്യത്തിനേക്കാൾ ഉപരി ഇതെങ്ങനെ ദൃശ്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയുന്ന ഒരാൾ എഴുതുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. അതിൽ മനോഹരമായിട്ട് പിന്നെ അവൻ എഴുതുമായിരിക്കാം. പക്ഷേങ്കിൽ ഒരു തിരക്കഥാകൃത്ത്, ഞാൻ പലപ്പോഴും ഇത്തരം രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഞാൻ കാഴ്ച മുതൽ തെങ്ങിൻ്റെ മുകളിലിരിക്കുന്ന ആളും താഴെ ഇരിക്കുന്ന ആളും തമ്മിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചെയ്തിട്ട് അന്ന് പലരും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത്, അല്ലാതെ ഒരു സാഹിത്യം എന്നുള്ള രീതി എഴുതുന്നതല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിഷ്വലുകളാണ്, അത് പിന്നെ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സാഹിത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ട്. അത് മാറുന്നു. ആ മാറ്റത്തിൻ്റെ കൂടി വലിയ പ്രഖ്യാപനം എന്നുള്ള നിലയ്ക്കാണോ ഈ സിനിമയിൽ തന്നെ പല രംഗങ്ങളിലും സബ് ടൈറ്റിലുകൾ പോലും വേണ്ടതില്ല, അറിയാത്ത ഭാഷ അറിയാതിരിക്കുമ്പോഴുള്ള സംരംഭം പ്രേക്ഷകർക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൂടിയാണോ അറബികളുടെ സംഭാഷണങ്ങളിലൊക്കെ വേണ്ടത്ര സബ് ടൈറ്റിൽ കൊടുക്കാതിരുന്നത്? തീർച്ചയായിട്ടും ആ ചോദ്യം വന്നപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ചത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾക്കും മനസ്സിലായല്ലോ. കാരണം നജീബിന് മനസ്സിലാകാത്ത, നമുക്കെപ്പോഴും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ബലമോ ആരോഗ്യമോ അല്ല നമ്മളെ ബലവാനാക്കുന്നത്. നമ്മളൊരു പുതിയൊരു ചുറ്റുപാടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടിയ രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ദുർബലരാകുന്നത്. നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വം കൂടുക, അല്ലേ? അവർക്ക് നമ്മുടെ മേലുള്ള അധികാരം കൂടുക, പ്രത്യേകിച്ച് നമ്മളൊരു തൊഴിലന്വേഷിച്ച് ചെല്ലുന്നിടത്ത്. അപ്പം അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സുകളിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ, അപ്പം തുടക്ക സമയത്ത് അയാൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ടല്ലോ, ഇവർ പറയുന്ന മനസ്സിലാകുന്നില്ല, അയാൾ പറയുന്ന ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുള്ളു. അത് കുറച്ച് നേരത്തേക്കെങ്കിലും പ്രേക്ഷകർക്കും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് ഉദ്ദേശിച്ചത്. ആടുജീവിതത്തെക്കുറിച്ചിട്ട് വന്നിട്ടുള്ള വലിയ വിമർശനങ്ങളിലൊന്ന്, എല്ലാവരുടേതുമല്ല ചിലരുടെ വിമർശനങ്ങളിലൊന്ന് എന്ന് പറയുന്നത്, നദി
ആഴങ്ങൾ, അതിനകത്തുള്ള പ്രണയം, കാൽപ്പനികത എന്നിവയുടെ ആവിഷ്കാരം അത്രമേൽ സ്തോഭജനകം. സ്തോഭം എന്നുള്ളത് കാൽപ്പനികതയുടെ അല്ലെങ്കിൽ ഒരു രതിയുടെ ഒക്കെ സൂചനയുള്ള സ്തോഭങ്ങളിലൂടെ വേണമോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു വിമർശനം തോന്നിയിട്ടില്ല. വിമർശനം തോന്നാത്തതിനൊരു കാരണം എന്ന് പറയുന്നത് നദി, മണൽ എന്നീ 2 രൂപകങ്ങൾ വെച്ചിട്ടാണ് ഈ സിനിമയുടെ മുന്നോട്ട് പോക്ക്. ആഴത്തിലേക്ക് പോയിട്ട് മണൽ വാരി എടുക്കുന്നു. മണൽ വാരി ജീവിച്ച ഒരു വ്യക്തി, ആ മണലിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തി പിന്നീട് മണലെന്ന് പറയുന്ന സമുദ്രത്തിൽ പെട്ടുപോകുന്നു എന്നുള്ള അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്നാണോ അതിൻ്റെ ഉത്തരം വരിക? തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആവണമെന്ന് തൻ്റെ അല്പബുദ്ധിയിൽ ചിന്തിച്ചുറക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല. കാരണം ഏറ്റവും ആദ്യമേ തന്നെ ഒരു അഡോപ്റ്റഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥയുടെ രൂപത്തിനെ എടുക്കുക എന്നല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നജീബ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചിലപ്പം ആവർത്തിക്കുമ്പം അരോചകമായിട്ട് തോന്നും. നജീബ് വായിക്കുമ്പോൾ നമുക്കൊരു ആടുമായി സംസാരിക്കുന്നതും വർത്താനം പറയുന്നതും ശങ്കരാടി ചേട്ട EMS എന്നും മോഹൻലാലും എന്നൊക്കെ വിളിച്ചപ്പോൾ ആടിനടുത്ത് വർത്താനം പറയും. പക്ഷെ അത് കേൾക്കുന്നവർക്ക് എന്താ ഭയങ്കര ഒരു ഹ്യൂമറായിട്ടല്ലേ തോന്നുക. അപ്പം നജീബിൻ്റെ മാനസികാവസ്ഥ എവിടെ പോകും? നജീബിൻ്റെ നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ കൂടെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാപ്റ്ററിൽ ആ ഹ്യൂമറാണെങ്കിൽ അങ്ങനെ നിൽക്കും. അടുത്ത ചാപ്റ്ററിൽ അയാളുടെ അടുത്ത ചാപ്റ്റർ ഈ ചാപ്റ്ററും തമ്മിൽ ഒരു കണ്ടിന്യൂറ്റി വേണ്ട. പക്ഷേ സിനിമയ്ക്ക് ഒരു സീനും മറ്റൊരു സീനുമായിട്ട് ഒരു കണ്ടിന്യൂറ്റിയും കൂടെ ആവശ്യമുണ്ട്. അപ്പം ഈ ജലവും നാട്ടിലെ ഒരു പോർഷൻ ജലത്താൽ ചുറ്റപ്പെട്ട നനഞ്ഞ ആർദ്രതയുള്ളൊരവസ്ഥയായിരിക്കണമെന്ന് എഴുത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോലും മഴ വരുന്നത്. അപ്പം അത് ബോധപൂർവമായി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു തുള്ളി ജലത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു യാതനകളെന്ന് പറയുന്നത്. അപ്പം പുസ്തകം എന്ന് പറയുന്ന അങ്ങനെ പകർത്തുന്നതല്ല സിനിമ. അത് നമ്മുടെ മലയാളികൾക്ക് ഇനിയും മനസ്സിലാകേണ്ടതായിട്ടുണ്ട്. ഷേക്സ്പിയറിയനായിട്ടുള്ള പല മാഗ്നത്തിൻ്റെ പോലും പല വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. കുറോസോവയുടെ തന്നെ ത്രോൺ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമയൊക്കെ എത്രയോ മാറിയാണ് നമ്മളതിനെ അതിൻ്റെ ഒരു എലമെൻറ്റിൽ നിന്ന് ഈ സിനിമയിൽ പോലും ഇപ്പോൾ ഒരു ആട്ടുംകുട്ടി വന്ന് അവൻ്റെ അടുത്ത് നിന്നിട്ട് മറ്റാടുകളെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ പുസ്തകത്തിലുള്ളതല്ല, ഞാൻ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്ന് വെച്ചാൽ അതൊരു വേറൊരു ആത്മീയ തലം നൽകും. മനുഷ്യനും മൃഗവും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് ആത്മീയ തലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ബൈബിളിൽ ഒക്കെ വരുന്ന മരുഭൂമിയുടെ ദൃശ്യങ്ങളും ആട്ടിടയൻ എന്ന് പറയുന്ന യേശുവിനെ കുറിച്ചുള്ള സങ്കല്പവും ഒക്കെ അത് ഏതൊക്കെയോ തലത്തിൽ അവിടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അല്ല, നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രവാചകൻ എല്ലാ ആൾക്കാരും കൃഷ്ണൻ എല്ലാവരും ഇടയന്മാരാണ്. ചരിത്രത്തിലെ ഏറ്റവും അവതാരങ്ങളൊക്കെ അല്ലെങ്കിൽ അതുപോലെ എല്ലാ മതത്തിൽപ്പെട്ട ദിവ്യപുരുഷന്മാരൊക്കെ ക്രിസ്തു ആണേലും നബിയാണേലും കൃഷ്ണനാണേലും ഈ ഭഗവാന്മാരൊക്കെയും ഈ ഈശ്വര സങ്കല്പം എന്തോ ഈ മൃഗങ്ങളുമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇടയനാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മനുഷ്യൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഈ മൃഗങ്ങളാണ്. ഈ ഇത്ര ഒട്ടകം, ഇത്ര ആടുകൾ, അപ്പം നമ്മുടെ ഈ ഭാഗത്തായതുകൊണ്ടാണ് നമുക്ക് പശുക്കളുടെ വരുന്നത്. കുറച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ പശുക്കൾ വളരെ വിരളമായിട്ട് തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഭാരതത്തിലാകുമ്പോഴാണ് പശുക്കളുടെ അവസ്ഥ ഗോക്കളെന്ന് വരുന്നത്. അപ്പം എങ്കിൽ പോലും മൃഗവും മനുഷ്യനും തമ്മിലുണ്ടാകുന്ന ഒരു വലിയ അപ്പം ഇതായിരുന്നു അവൻ്റെ സമ്പത്ത്. ഇപ്പം ബൈബിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത് ഇത്ര ആയിരം ആടുകൾ, ഇത്ര നൂറുകണക്കിന് ഒട്ടകങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ ഒരു അസറ്റെന്ന് പറയുന്നത്. അപ്പം ആ കാലത്തെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈ നോവലിൽ പറയുന്ന
ആടുകളിലൊന്നുമായിട്ടുള്ള ഒരു ശാരീരികമായ ബന്ധവും ആടുകളെ പലതരത്തിലുള്ള ഓമനപ്പേരിട്ടുള്ള വിളികളുമൊക്കെ സിനിമയിൽ കാണാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒന്നാം ദിവസം ആദ്യത്തെ പ്രദർശനം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിട്ട് അത് അത്ഭുതകരമായ ഒരു ചലച്ചിത്രകാരൻ്റെ ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളും വിവാദങ്ങളും ഞാൻ മാറ്റി നിർത്തുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് അത് തോന്നുന്നത് അത്തരം രംഗങ്ങൾ അതിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഈ മരുഭൂമിയുടെ എത്ര കഠിന യാതനകൾക്കിടയിലും അവൻ്റെ ആശ്വാസം കണ്ടെത്തുന്നു, ഒരു ഇൻറ്റിമസി കണ്ടെത്തുന്നു. പിന്നെ അവിടുന്ന് വിട്ടുപോകാനുള്ള ആ ചോദനയ്ക്ക് ഒരു കുറവ് വരും എന്നുള്ളത് ആണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് ശരിയാണ്. എക്സാക്ട്ലി യു ആർ കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു വലിയൊരു ഹൃദയവേദനയുമായി കഴിയുന്ന ഒരു മനുഷ്യനാണ്. ഒരു നാടിനെ വിട്ടിട്ട്, അയാളുടെ കുടുംബത്തിനെ വിട്ടിട്ട്, അയാളുടെ രുചികളെ വിട്ടിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ആ രുചി വീടിനെ, ഉമ്മയെയും അവിടെ അവൻ്റെ സൈനുവിനെയും ഒക്കെ ഓർക്കുന്നതിന് വേണ്ടി ആ രുചി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഭയങ്കര അച്ചാറിൻ്റെ കണ്ണിമാങ്ങയുടെ ഒരു ഇത്. അപ്പം ഇങ്ങനെ ഇത് പുസ്തകത്തിൽ നിന്നുള്ളതല്ലല്ലോ. അപ്പം ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സ് ഉണ്ട്. അപ്പോൾ അയാളുടെ വിഷമങ്ങളിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ആദ്യം അയാൾ ലെറ്റർ എഴുതാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഇത് അയക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പം അയാളുടെ വേദനകളിൽ അയാൾ എപ്പോഴും ചെറുതായിട്ടെങ്കിലും കുടുംബത്തിനെ ഓർക്കുന്ന സമയങ്ങളിൽ അയാൾ പറയാൻ ശ്രമിക്കുന്നത് ഈ രുചിയിൽ മണത്തിലും കൂടെയൊക്കെയാണ്. അപ്പം അങ്ങനെ കഴിയുന്ന വലിയ ഹൃദയബന്ധമുള്ളൊരു മനുഷ്യൻ, അപ്പം ആ മനുഷ്യൻ പിന്നീട് ഒരു മൃഗത്തിനോടൊപ്പം ഒരു രതിയിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പം ഈ ആളെക്കുറിച്ച് അതിനൊരു വിദ്യാഭ്യാസ കൂടുതലോ കുറവോ ഒന്നും അതിൻ്റെ അകത്ത് വിഷയമില്ല. പിന്നീട് ഉണ്ടാകുന്ന എന്തായിരിക്കും ഒരു കുറ്റബോധം. അങ്ങനെയൊന്നും സംഭവിച്ചാൽ പോലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ശാരീരികമായി അയാൾ മാറുന്നു, ഇയാളൊരു മൃഗമായി മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇങ്ങനെയാണോന്ന് ചോദിച്ചാൽ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല. പക്ഷെ അങ്ങനെ ശരിയായിട്ട് തോന്നാതിരിക്കാനുള്ള പല കാരണങ്ങളിലൊന്ന് ബ്രസീലുള്ള ഒരു പരിപൂർണ ഈശ്വരവിശ്വാസം ആണോ? ഈശ്വരവിശ്വാസം അത് മാത്രമല്ല, ഇത്രയധികം കാൽപ്പനികതയിലൂടെ ജീവിക്കുന്ന, ഇത്രയും ഭാര്യയെ പ്രണയത്തോടുകൂടി കാണുന്ന ഒരു മനുഷ്യൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ അങ്ങ് സെറ്റിലാകുമല്ലോ. ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അയാൾക്ക് അത്യാവശ്യം ഭക്ഷണം, അത്യാവശ്യം കാര്യങ്ങൾ, പിന്നെ അയാൾക്കൊരു വലിയൊരു മോഹമൊന്നും ജീവിതത്തിലേക്ക് വരണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഈ നജീബിനെ ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ പുസ്തകത്തിലെ നജീബിൻ്റെ മാനസികാവസ്ഥയും സിനിമയിലെ നജീബിൻ്റെ മാനസികാവസ്ഥയും രണ്ട് തരത്തിലുള്ള മനോബലങ്ങളാണ് നജീബിലുണ്ട്. അതൊന്നും വിശകലനം ചെയ്ത് പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്ന്, ഇത്തരത്തിലുള്ള ഭാര്യയുമായിട്ടുള്ള ഇത്രയും അടുപ്പമുള്ളൊരു നജീബിനെ അല്ല നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും. പക്ഷെ ഉണ്ട് എങ്കിൽ പോലും. പക്ഷേ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനത്തെ ഷോട്ട് വരെയും നിനക്ക് തരാനായിട്ട് എൻ്റെ ഈ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയാണ്. എനിക്ക് ജയിലിൽ കിടക്കുന്ന 3 മാസക്കാലമായിരുന്നു 3 വർഷത്തേക്കാൾ വലുത്. ഭയങ്കര പ്രയാസം. കാരണം വീട്ടിലെത്താമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഇങ്ങനെ ഉറക്കമൊഴിച്ചിങ്ങനെ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. മറ്റൊന്ന് പ്രതീക്ഷ പോകുന്ന. അപ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ആദ്യം ഉണ്ടല്ലോ ജീവിതത്തിനെക്കുറിച്ചുള്ള ഒരു വീട്ടിലെത്തുന്നതിനുള്ളൊരു വെമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ, ഒപ്പം തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു ഇപ്പം ഭീകരരൂപിയുടെ ഡെഡ് ബോഡി കാണുമ്പോൾ ഓടിച്ചെന്ന് അർബാബ്, പുസ്തകത്തിൽ അർബാബാണ്, എനിക്ക് കഫീലാണ്. അത് തന്നെ കഫീലാണ് സർവ്വവ്യാപകമായിട്ട് ഇത്ര ആൾക്കാരെ വിളിക്കുന്നത്. അർബാബ് ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രം പറയുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ആ മാറ്റം കൊണ്ടുവന്നത്. അപ്പം കഫീലിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കാല് കെട്ടി വീണ് കരയുകയാണ്. ഞാൻ എവിടെയും പോകില്ല, ഞാനിവിടെ കിടന്നോളാം, ഞാൻ അടിമയായിക്കോളാം, എന്നെ രക്ഷിക്കണം, എന്നെ കൊല്ലരുത് എന്ന് ഭയപ്പെട്ട് കരയുന്ന ഒരു മനുഷ്യനാണ് നജീബ്, പുസ്തകത്തിലെ നജീബ്. പക്ഷെങ്കിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്ന നജീബ് അയാളുടെ മരണം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ അച്ചാറിൻ്റെ വീണ്ടും നാടിനെക്കുറിച്ച് എനിക്ക് നാട്ടിൽ മടങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിക്കും, ചത്താലും പോകണം, രക്ഷപ്പെടണം, ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇയാൾക്ക് നാടിനോടും ജീവിതത്തിനോടും ഉള്ള ഒരു ഇയാളുടെ
ആറ്റിറ്റ്യൂഡ് തന്നെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ ആളുടെ മാനസികാവസ്ഥ എന്നതിൽ കൂടെ അല്ല ഞാൻ സഞ്ചരിക്കുന്നത്. ഈ മൃഗരതിയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ രംഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു യുക്തിവാദിയായ പ്രേക്ഷകനെ സംബന്ധിച്ചിട്ടും ഒരു ഈശ്വരവിശ്വാസിയായിട്ടുള്ള പ്രേക്ഷകനെ സംബന്ധിച്ചിട്ടും ആ ഈശ്വരവിശ്വാസിയിൽ തന്നെ പലതരത്തിലുള്ള മതങ്ങളിലും സമുദായങ്ങളിലും വിശ്വസിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും അവരവരുടേതായ ആശ്വാസങ്ങൾ കണ്ടെത്താനുള്ള ഇടമുണ്ട്. അതിൽ യുക്തിവാദിക്ക് എവിടെയാണ് ഇടമെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സിനിമയെ അവസാന രംഗത്തിൽ എൻ്റെ ഉള്ളിലേക്ക് പേറിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഒരു ഈശ്വരനും രക്ഷിക്കാനില്ലാത്ത ഇടത്ത് ഈശ്വരൻ എന്ന സങ്കല്പം തന്നെ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന തിരിച്ചറിവിൻ്റെ ഒരു ഘട്ടത്തിൽ അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രേരണയാണ്, ചോദനയാണ് അവിടെ, ഇച്ഛാശക്തിയാണ് അവിടെ വിജയിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാനവികതയിൽ മനുഷ്യത്വത്തിൻ്റെ ശക്തിയിൽ ഉറച്ച ബോധ്യവുമായിട്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു യുക്തിവാദിയായ പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതേ സമയത്ത് ബ്ലസ്സി എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണെന്നും ഈശ്വരവിശ്വാസിയാണെന്നും ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് സിനിമയുടെ റിലീസിങ്ങിൻ്റെ ആ ദിവസമോ തലേ ദിവസമോ താങ്കൾ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു എന്ന് ചില പത്രങ്ങൾ താങ്കളുടെ അറിവോടുകൂടിയല്ലാതെ പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ വിശ്വാസം, യുക്തി എന്നതിനൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സമതുലിതാവസ്ഥയിൽ എത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് അങ്ങനെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത്. അത് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം ഇതിൽ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് കൂടുതലും ഏതെങ്കിലും ഒരു ബിംബത്തിൽ മാത്രമല്ല. ഞാൻ ചില ഇടങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഇടങ്ങൾ എനിക്ക് ചിലത് പ്രിയപ്പെട്ടതാകുന്നതുകൊണ്ടാണ് ചില ആരാധന ആലയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ ദൈവങ്ങളോടും എനിക്ക് ഭക്തിയും ബഹുമാനമാണ്. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ക്രിസോസ്റ്റം മാർത്തോമാനത്തെ പറ്റി. അപ്പം അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നള്ളിച്ച് പോയപ്പോൾ അതിൽ മാലയിട്ടു എന്ന് പറയുന്ന വലിയ വിവാദങ്ങൾ ആ കാലത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ച് വലിയൊരു ഡോക്യുമെൻ്ററി 48 മണിക്കൂറിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഡോക്യുമെൻ്ററി എടുത്ത ആളാണ്. അപ്പം അതിൽ ഒരു ചോദ്യം വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് വന്നപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരൻ അയാളുടെ പിതാവിനെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആ കൂട്ടുകാരൻ്റെ അച്ഛനെ ഞാൻ എടോ എന്ന് വിളിക്കുക, ഞാനും അച്ഛാന്ന് തന്നെ വിളിക്കുക. എൻ്റെ കൂട്ടുകാരൻ്റെ പിതാവിനെ ഞാനും ബഹുമാനിക്കുക ചെയ്യുക. അവൻ്റെ ഈശ്വരനെ ഞാനും ബഹുമാനിക്കുന്നതിലൂടെ അവനോട് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനവും കാണിക്കുക. ഇതാണ് വലിയ മാനവികത എന്ന് പറയുന്നത്. ആ മാനവികതയെ വിശ്വസിക്കുന്ന ക്രിസോസ്റ്റം തിരുമേനിയുടെ ഇത്തരം വാക്കുകളിൽ ഒരുപാട് കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം സ്നേഹമാണെന്ന് പറയുന്നൊരു വാക്കാണ് ഞാൻ ഒരു ക്രിസ്ത്യാൻ ആയിട്ട് നിൽക്കാനുള്ള ഏക കാരണം. ഈശ്വരനെക്കുറിച്ചുള്ളൊരു സങ്കല്പം എനിക്കും സ്നേഹമാണ് എന്ന് പറയുന്നില്ല. ആ സ്നേഹം നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഈ സ്നേഹവും നന്മയും ഒരു ക്രിമിനലിൽ പോലും ഉണ്ട്. ഒരു ക്രിമിനലിലും വലിയ ഒരു നന്മ ഉണ്ടാകുന്നതാണ് ഈ ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ. അപ്പം അതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പം അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറി അയാൾ കൊടുത്തു, അയാളുടെ വിയർപ്പ് കൊടുത്തു, അയാളുടെ പാദരക്ഷകൾ കൊടുത്തു, നഗ്നനായി അയാൾ നടന്നു. ഇതിനൊക്കെ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു സഹനത്തിൻ്റെ അവസ്ഥ. അതൊന്നും പുസ്തകത്തിൻ്റെ ഡയമെൻഷനല്ല, ഇതൊക്കെ എൻ്റേതായിട്ടുള്ളൊരു ഡയമെൻഷൻ. അപ്പോൾ എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കൂട്ടുകാരൻ അറിയാതെ പോലും അവനോട് പറയാതെ പോലും ഞാനെന്തോ വലിയ കാര്യം ചെയ്തെന്ന് പറയാതെ പോലുമാണ് അവന് ഒരു ഈത്തപ്പഴവും ഒരു കുപ്പി വെള്ളവും വെച്ചിട്ട് പോകുന്നത്, അവൻ്റെ ഒരു അടയാളമായിട്ട്. അപ്പം ഇതൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുക സൗന്ദര്യശാസ്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് വിഷ്വലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. ആ സ്വാതന്ത്ര്യം എടുക്കുമ്പോഴാണ് ഞാനൊരു ഫിലിം മേക്കറാകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു
ഡോക്യുമെൻ്ററിയാണ് ചെയ്യുന്നത്. അഭിനയത്തെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. പൃഥ്വിരാജും ഇബ്രാഹിമും, ഹക്കീമിൻ്റെ മരണം, ഹക്കീമിൻ്റെ മരണത്തെ കാണുന്ന രണ്ട് അഭിനേതാക്കൾ, രണ്ട് കഥാപാത്രങ്ങൾ. അതിൽ പൃഥ്വിരാജിൻ്റെ മുഖത്ത് വരുന്ന വിഷമം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിഭാവുകത്വം നിറഞ്ഞതെന്ന് കരുതുന്ന മലയാളിയുടേതായ മരണരംഗങ്ങളിൽ ആത്മമിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരമായൊരു കാലാവസ്ഥയിൽ മരണത്തിൽ മലയാളി പ്രതികരിക്കുന്ന രീതിയാണോ എന്നുള്ളതും, ഇബ്രാഹിം അതേ സമയത്ത് ഒരു സംയമിയുടേതായ രീതിയിൽ ഒരു ചിറിയൊന്ന് അല്പം കോട്ടുക, ഒരു കഠിനമായ ദുഃഖത്തെ പ്രത്യേകിച്ച് മുഖഭാവങ്ങളൊന്നും വരുത്താതെ സമീപ ദൃശ്യത്തിൽ കാണിക്കുക. അതായത് ഇത് ഒരു അനുഭവത്തെ, ഒരു മരണാനുഭവത്തെ മലയാളി അനുഭവിക്കുന്നതും മറ്റൊരു പ്രദേശത്തെ വ്യക്തി അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമായിട്ടാണോ കാണിക്കുന്നത്? തീർച്ചയായിട്ടും. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിനെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് മാത്രമല്ല, കുറച്ചും കൂടെ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മരണത്തിനെ ജീവിതം പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തക്കുന്ന തലങ്ങളുണ്ട്. പക്ഷേ ഒപ്പം തന്നെ അതാണ് കുറച്ച് കൂടുതലും. നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രീസിൽ നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ബോഡി വെക്കത്തില്ല. അവർക്കത് ഒരു പൊതു ഇടമുണ്ട്. അവിടെ വെച്ചിട്ട് അവിടെ വന്ന് കാണുക, എല്ലാവരും വളരെ യൂണിഫോം ഇട്ട് ഒരു യാത്രയപ്പ് എയർപോർട്ടിൽ കൊറ്റിവിടുന്നതിൻ്റെ കൂട്ടാണ്, അല്ലാന്നുണ്ട് വേറെ രീതിയിലാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു അവരുടെ കഷ്ടം തന്നെ വേറെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലല്ലോ. വളരെ ലൈഫിലെ ഏറ്റവും ഭയങ്കര വികാര അണപൊട്ടുന്ന അവസ്ഥകളാണ് ഉണ്ടാകുന്നത്. എനിക്കും ഉൾപ്പെടെ. എനിക്കും ഒരു മരണ വീട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും. ഈ പ്രായത്തിലും കരയും. എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാരാണേലും കരയും. ഇനി വഴി നിർത്തി ഒരു മരണം കണ്ടാലും ഞാൻ കരയും. അപ്പം വേർപാട് എന്ന് പറയുന്നത് അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളുമായിട്ട് ഞാൻ അറിയാതെ ബന്ധിക്കുന്നതായിരിക്കാം. കാതരിയെ സംബന്ധിച്ചിടത്തോളം കാതരി മനസ്സിലാക്കി. കാതരി ഈ മരണത്തിന് അയാൾക്ക് എനിക്കിനി സോറി എന്ന് ഒരു വാക്കാണ് അയാൾ പറയുന്നത്. അയാൾക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഒന്നത് അപ്പോൾ ആ മരണത്തിനെ കാതരി നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. വിഷമമുണ്ട്, പക്ഷേ അതൊരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഒരു പക്ഷേ പൃഥ്വിരാജിനെ ഇഷ്ടമല്ലാത്ത, പൃഥ്വിരാജിനെ പല കാരണങ്ങളാൽ വെറുക്കുന്ന ഒരു ന്യൂനപക്ഷം ഒരു പക്ഷേ ഉണ്ടായേക്കാം. അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് എഴുതിയത്, ഇബ്രാഹിമിൻ്റെ അഭിനയം നോക്കൂ, ഒരു ഹോളിവുഡ് റേഞ്ചിൽ ഒരു മരണത്തെ അഭിമുഖീകരിക്കുന്നത് നോക്കൂ, പൃഥ്വിരാജ് നോക്കൂ, അതിനെ അതിഭാവുകത്വം നിറഞ്ഞ ഇതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ. അല്ല, അവർക്ക് ഇത് രണ്ടുപേരുടെ നമ്മുടെ വീടുകളിൽ ഈ അടുത്ത സമയത്ത് നടക്കുന്ന ഒരു മരണ വീടിൻ്റെ ഒരു വീഡിയോയും ഒരു വേറെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു ഫ്യൂണറൽ ഫങ്ഷനും കൂടെ നോക്കൂ. അവിടെ അല്ലേ എല്ലാവരും വളരെ സൂട്ടുമൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട്, അതിന് പ്രത്യേക ഡ്രസ് കോഡോടുകൂടി ഒരു വലിയൊരു യാത്രയപ്പാണ് അതിനകത്ത്. അപ്പം അത് മനസ്സിലാക്കാത്ത അവരുടെ കണ്ണുനീരുകൾക്ക് പോലും വളരെ അല്പമായിട്ട് കരയുന്ന അവസ്ഥകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ഈ സിനിമ കാണാതെ അതേക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിരലെണ്ണാവുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അതിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഫാൻസി ഡ്രസ്സ്, ആൾമാറാട്ട വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ടുള്ള ഈ സിനിമ എന്തിനു കാണണം? അതായത് ട്രെയിലർ കണ്ടിട്ട് പോലുമാണോ എന്നറിയില്ല, ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടതിന് ശേഷം അങ്ങനെയുള്ള പ്രേക്ഷകർ ആരെങ്കിലും പിന്നീട് ചിത്രം കണ്ടതിന് ശേഷം മനസ്സ് മാറിയിട്ട് വിളിക്കുകയോ അവരവരുടെ ഒരു കുറ്റബോധം പറയുകയോ ചെയ്യും? ഇല്ല, ഞാനിത് കേട്ടിട്ട് ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് വെറുതെ അവരെ വലുതാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരു കാര്യവുമില്ല. കാരണം അവർ വീണ്ടും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് യോഗ്യതയിൽ സംസാരിക്കുന്നു എന്നുള്ള കേരളത്തിലെ മൊത്തം ആൾക്കാർക്കറിയാം. അപ്പം ഒരു ചില വ്യക്തിവൈരാഗ്യങ്ങൾ, ഞാനുമായിട്ടൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പുറത്ത് നിന്ന് വീണ്ടും എന്നുവെച്ചാൽ നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള സ്വയം മനസ്സിലാക്കണം. അസത്യമായൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും പോസ്റ്റ് ഇടുക, എന്നിട്ട് എവിടെ പോയി? അപ്പം ഞാൻ അതിനെക്കുറിച്ച് അല്ല ഇപ്പോൾ വേറൊരു കാര്യം അങ്ങനെ പറയാൻ ഇപ്പം എല്ലാവരും ഇതിനെ അതേപോലെ കാണണം മൊത്തമായി ശരിയില്ല. ഞാൻ കുറേ കാലങ്ങൾ
ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഞാൻ എവിടെ നിന്ന് മൊത്തമായ ശരിയില്ല, മൊത്തമായ തെറ്റുമില്ല. നിങ്ങളുടെ ശരി എനിക്ക് തെറ്റാവാം, എൻ്റെ തെറ്റ് നിങ്ങൾക്ക് ശരിയാവാം. അതുകൊണ്ടാണല്ലോ രണ്ട് പക്ഷം ഉണ്ടാകുന്നത്. അപ്പം അവരുടെ ശരി, അതിൽ നിന്ന് ഒരു സിനിമയെക്കുറിച്ച് വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും, ഒരു സിനിമ എടുക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയമെന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് വളരെയധികം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള സാധ്യതകൾ തുറന്നു വന്ന സമയത്താണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ വരുന്നു. ആ സിനിമ 100 കോടി ക്ലബിലേക്ക് കിടക്കുന്നു. തമിഴ്നാട് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുന്നതിൻ്റെ തൊട്ടു പിറകെയാണ് ആടുജീവിതവും വരുന്നത്. ഒരു പക്ഷേ ഒരു സൂക്ഷ്മ സാദൃശ്യം എനിക്ക് തോന്നിയത് മഞ്ഞുമൽ ബോയ്സിലും ആടുജീവിതത്തിലും രണ്ടിലും പെട്ടുപോയ ഒന്നിൽ നിന്ന് അതിജീവിക്കാൻ നടത്തുന്ന ശ്രമവും അതിജീവിക്കാൻ സുഹൃത്തുക്കൾ നടത്തുന്ന ശ്രമവുമാണ്. ഇവിടെയും സുഹൃത്ത് അല്ലെങ്കിൽ പോലും മരുഭൂമിയിൽ വെച്ച് കണ്ട വ്യക്തി നജീബിൻ്റെ ജീവിതത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം, ഇതിൽ താരതമ്യം വരും. ഞാൻ താരതമ്യം മാറ്റി വെച്ചാൽ പോലും ഇത് ഏത് രീതിയിൽ അതൊരു ഗുണകരമായി എന്ന് കരുതുന്നുണ്ടോ? രണ്ട് സിനിമയും ഒരു റിയൽ സ്റ്റോറി ആണ്, ഒരു സർവൈവൽ സ്റ്റോറിയാണ് എന്നുള്ളതാണ് കോമൺ ആയിട്ട് തോന്നുന്നത്. പിന്നെ ഈ സിനിമയുടെ പ്രവർത്തനം 2018 ഷൂട്ടിങ് മറ്റ് കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ 2018 തുടങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഇതിനകത്ത് ഇത് പറയുമ്പോൾ അതൊരുപാട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മലയാള സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടാവുകയും മലയാള സിനിമയെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പം നമ്മുടെ സിനിമകൾ കാണാനായിട്ടൊരു വഴിയൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം തന്നെ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്താണ് വളരെയധികം ആൾക്കാർ, മറ്റ് അതർ സ്റ്റേറ്റിൽ നിന്നാണ് ആൾക്കാർ അതിന് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേങ്കിൽ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ളൊരു റിപ്പോർട്ടിൽ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. മറ്റ് ഭാഷകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ആടുജീവിതം കണ്ടവരും കാണാത്തവരും കാണാനിരിക്കുന്നവരും എന്നുള്ള മൂന്നായിട്ട് തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിയെന്ന് പറയാമോ? അല്ല, എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളും ഈ സിനിമ കണ്ടിരിക്കണം എന്നുള്ളതാണ്. കാരണം എനിക്ക് ലഭിക്കുന്ന ഒരുപാട്, ഇപ്പം കഴിഞ്ഞ ദിവസം ജോഷി സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ. ജോഷി സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു ഹൈടെക് വലിയ ക്വാളിറ്റിയുള്ള ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അത് പല ആൾക്കാരും പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വലിയൊരു അധ്വാനമുണ്ട്. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 100 കോടിയോ 200 കോടിയോ രൂപയും കൊണ്ട് ഇതിൻ്റെ തിരിച്ച് മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് മുഴുവൻ നമുക്കല്ലല്ലോ കിട്ടുന്നത്, ഇതിൻ്റെ ഒരു 30% നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇത്തരം രീതിയിൽ എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ട് ചെയ്തു. അപ്പോൾ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ സിനിമ എടുക്കുക എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ഒരു ഉയർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മാത്രമല്ല, മലയാള സിനിമയെ മൊത്തമായിട്ട് ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് മാറണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കാണാനിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് കാണുക, കാണണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സിനിമ കണ്ടുകൊണ്ട് ഇതിൻ്റെ അകത്തെ ഒരു മലയാളത്തിൽ ഞാൻ അങ്ങനെ എൻ്റെ സിനിമയെക്കുറിച്ച് എനിക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളതല്ല, കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് വിലയിരുത്തുക എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ആ വ്യക്തിയുടെ നിലപാടുകൾ കൊണ്ട്, ഓരോ കാര്യങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങൾ കൊണ്ട്, എടുക്കുന്ന കഥാപാത്രങ്ങളുടെ ഒക്കെ ഒരു അടിസ്ഥാനം കൊണ്ടൊക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പുരോഗമന നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സാന്നിധ്യവും സഹകരണവും സമർപ്പണവും ഈ സിനിമയെ സംബന്ധിച്ചിട്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്കായിട്ട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു കാലഘട്ടം ഇത്രയും കാലം ഇതിൻ്റെ കൂടെ നിൽക്കുന്നു, ഇതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ശാരീരികമായി മാത്രമല്ല മാനസികമായും എല്ലാ തരത്തിലും ഇന്നും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ കാര്യം. ഒരു വലിയൊരു ഡെഡിക്കേഷനാണ് ഈ ഇതിലൂടെ
അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു സിനിമയോടും ഒരു കഥാപാത്രം ചെയ്യുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇനി ഇങ്ങനൊരു കഥാപാത്രത്തിലേക്ക് അദ്ദേഹം തുനിയത്തില്ലായിരിക്കാം. കാരണം അത്രയധികം ശരീരത്തിന് എന്താണെന്ന് വെച്ചാൽ ശരീരം കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ അഭിനയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കാണിക്കാനായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ, ആ ഡെഡിക്കേഷൻ തന്നെയാണ് അദ്ദേഹത്തിലേക്ക്, ആ കഥാപാത്രത്തിലേക്ക് ചെയ്യുവാനായിട്ട് രാജുവിനെ ഞാൻ സമീപിക്കുന്നത്. ഈ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ വിക്രമിനെ പോലുള്ള നടന്മാർ ശരീരത്തിൻ്റെ ഭാരം വലിയ രീതിയിൽ കുറച്ചതുകൊണ്ട് പിന്നീട് ശാരീരികമായ അസ്വസ്ഥതകളും വൃക്കയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് കാണുകയുണ്ടായി. അതിൻ്റെ വാസ്തവം വ്യക്തമല്ല. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിനു വേണ്ടി ശരീരത്തെ ചുരുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഏത് യജ്ഞവും എത്ര കോടീശ്വരനാണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അത് വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അപ്പോഴാണ് ആ സമർപ്പണം പൂർണ്ണമാവുന്നത്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ വൺസ് നമ്മൾ ഈ ഒരു രീതിയിലുള്ളൊരു സ്ട്രഗിൾ എടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടെ അതിനാരും തയ്യാറാവില്ല. കാരണം ഈ ഇപ്പം വിക്രത്തിനെ ആണേലും സൂര്യയ്ക്കാണേലും ഒക്കെ ഈ ക്യാരക്ടർ ചെയ്യാൻ താല്പര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ അതിനു മുമ്പ് വളരെ ഇത്തരം ഈ ഒരു പ്രാക്ടീസിലൂടെ പോയതായതുകൊണ്ടാണ് അവർ അതിനെ തയ്യാറാകാതിരിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ തൊട്ട് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം അദ്ദേഹം ചെയ്ത് ഏറ്റവും മനോഹരമാക്കി. അദ്ദേഹമില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അഭിനയം കാഴ്ചവെച്ചു എന്നുള്ള പറയുന്നത് വളരെ നല്ല കാര്യം. ഈ ആദ്യ ദിവസത്തെ ആദ്യത്തെ പ്രദർശനം കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ ആണോ എന്നറിയില്ല, ഫാൻസ് എന്ന് പറയാവുന്നവർ, അവർ പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശന വേളയിൽ കടലാസുകൾ മുകളിലേക്ക് എറിഞ്ഞ് ആഹ്ലാദിക്കുകയുണ്ടായി. പക്ഷേ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളുള്ള സിനിമകളിലൊക്കെ അത് കഴിഞ്ഞും പല സന്ദർഭങ്ങളിൽ വിസിലടിയും മറ്റ് ബഹളങ്ങളും വീണ്ടും കടലാസെറിയിൽ എല്ലാം ഉണ്ടാകും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ആ ആഘോഷ പ്രകടനത്തിന് ശേഷം ആ ആത്യന്തിക ഫാൻസുകാർ പോലും സിനിമയുടെ ഒരു വിസ്മയത്തിലേക്കും അതിൻ്റെ അനുഭൂതിയിലേക്കും മരുഭൂമിയിൽപ്പെട്ട അവരുടെ വിഭ്രമത്തിലേക്കും അവർ പെട്ടുപോയി, അവർ പൂർണ്ണ നിശബ്ദരായി എന്നുള്ളതാണ്. ഇത് ഫാൻസുകാരെ പോലും അതിജീവിച്ചുകൊണ്ട് ഒരു സിനിമ മുന്നോട്ട് പോകുന്നതിൻ്റെ അതെങ്ങനെ കാണുന്നു? എനിക്കറിയത്തില്ല. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സിനിമയെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒക്കെ ഞാൻ ഇത് പബ്ലിക്കുമായി ചേർന്ന് ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പബ്ലിക് തിയേറ്ററിൽ ഞാൻ 1-2 പ്രിവ്യൂസിലാണ് ഞാൻ ഗസ്റ്റിനെ ഇപ്പം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ആൾക്കാരോടൊപ്പം ചേർന്ന് സിനിമ കാണുകയുണ്ടായി. അതും എനിക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ആണ്. പക്ഷേങ്കിൽ എനിക്ക് കിട്ടുന്ന കോളുകളിലൊക്കെ ഒരു 10 മിനിറ്റ് കഴിയുമ്പം പിന്നെ സിനിമയ്ക്ക് ഇപ്പം നമ്മുടെ ഡയറക്ടർ ഭദ്രൻ സാറ്, ഹരിഹരൻ സാറ് എന്നൊക്കെ പറയുന്നപ്പം ഒരു 3 ക്യാരക്ടേഴ്സ് മാത്രമായിട്ട് ഇത്രയധികം നമ്മളെ വേറെ എങ്ങോട്ടും അറ്റൻഷൻ പോകാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വലിയൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. അതിനൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല. വളരെ സന്തോഷമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചല്ലല്ലോ. നമ്മുടെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ നമുക്ക് തോന്നുന്ന താല്പര്യങ്ങൾ അല്ലേ അതിൻ്റെ ഒരു ടൈമിങ്. എന്നാൽ ചിലർ ഇടയ്ക്ക് ഒരു വേരിയൻറ്റിൽ ഡെസേർട്ടിൻ്റെ യാത്രകൾ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ലാഗ് ചെയ്തെന്നൊക്കെ ഈ അടുത്ത സമയത്ത്. അപ്പം ഞാൻ അതിന് കൃത്യമായി പറയുമ്പോൾ അവർക്ക് കൺവിൻസിങ് ആകുന്നുണ്ട്. പക്ഷേ അത് ലോകത്തിൽ എല്ലാവരോടും പറയാൻ പറ്റുന്നല്ല. പക്ഷേ അപൂർവമായിട്ട് മാത്രമാണ് ചില. അപ്പോൾ ഇതിൻ്റെ ഒരു കാതരി പോയതിന് ശേഷം, കാതരി അപ്രത്യക്ഷമായതിന് ശേഷം പിന്നീട് ഇത് സൈലൻ്റാണ്, മ്യൂസിക്കില്ല, എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ കുപ്പിക്കകത്ത് ഒന്ന് കേൾക്കുന്ന ശബ്ദം, കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, പിന്നെ ആ കുപ്പിയെ കാതരിയെ ഓർക്കുന്ന മ്യൂസിക്കിലോട്ട് വരുന്നതും, ദൂരെയായി വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തൊട്ടാണ് മ്യൂസിക് വരുന്നത്. അപ്പോൾ ഇത്രയും സമയമാണ് ഒരു ലാഗ് തോന്നാവുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനെ അങ്ങനെ പറഞ്ഞു, അതായത് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് മെൻ്റലി നമ്മൾക്കും തോന്നണം.
നമുക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് നേരത്തെ ഈ സബ് ടൈറ്റിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണത്. അപ്പോൾ അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഓഫ് ഫാക്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ മനോനിലയെ അങ്ങനെ കൊണ്ടുവന്ന് ഓരോ സമയത്തൊന്നും സംഭവിക്കത്തില്ല എന്ന് തോന്നുന്നൊരു സമയത്ത് വീണ്ടും കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രാഫ് അതിൻ്റെ അകത്തൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം സാധാരണ പ്രേക്ഷകരെ, ഈ മറ്റു പറയുന്നതൊക്കെ ടെക്നിക്കലി ചിന്തിക്കുന്ന ആൾക്കാർ. സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും സമയം അറിയാതെ തന്നെ പോയി എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കൂടുതൽ കമൻറ്റുകൾ. മണിരത്നം സാർ ഈ സിനിമ കണ്ടതിന് ശേഷം എഴുതിയിട്ടുള്ള കമൻറ്റിൻ്റെ അവസാന വാക്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ രംഗങ്ങളിലെ അമിത വൈകാരികതയിലേക്ക് കൊണ്ടുപോകാതെ അതിനെ സമാപിച്ചതിൽ വലിയൊരു കൺഗ്രാറ്റ്സ് പറയുകയുണ്ടായി. അത് എങ്ങനെയാണ് അവസാനം കൺസീവ് ചെയ്യുന്നത്? അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഒരു? അല്ല, സ്വാഭാവികമായിട്ട് അതിന് ഇതായിട്ടും ആൾക്കാർ ചിലപ്പം അവസാനം ഇവർ ഒരുമിച്ച് കാണണം, അങ്ങനെ ഒരു വേണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ അതൊരു വെരി ഫസ്റ്റ് റൈറ്റിങ്ങിലൊക്കെ നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നു, എഴുതിയിരുന്നു. പക്ഷെങ്കിൽ അതൊക്കെ ഒരു വേറൊരു ഷെഡ്യൂളിൽ മാത്രം ചെയ്യേണ്ട ഒരു ഇതായതുകൊണ്ട് നമ്മളതങ്ങനെ മാറ്റി വയ്ക്കുകയായിരുന്നു. അപ്പോൾ എഡിറ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് പ്രോഗ്രസ് ആയിട്ടിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഇതൊരു സ്ഥിരമായ ഒരു ഡ്രാമയായിട്ട് മാറുകയും അതിൻ്റെ പലപ്പോഴും വേദന നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും ഒരു വേദനയോടുകൂടി നമ്മൾ ഇറങ്ങുന്നതിൻ്റെ കൊണ്ടുണ്ടാകുന്നൊരു ഗുണവും സുഖവും ഒന്നും ഈ പറഞ്ഞ എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള മീറ്റിംഗ് ഇനി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ മനസ്സിൽ വിരിയേണ്ടിയാണ്. അപ്പോൾ ഇത് കൃത്യം അവരിങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു പോകും. അപ്പോൾ അതിനെ നമ്മുടെ എപ്പോഴും ആൾക്കാരിലേക്ക് ചിന്തകൾ ബാക്കി വയ്ക്കുമ്പോഴാണ് അവരുടെ ആകുന്നത് സിനിമ. ഈ സിനിമ കണ്ട് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നവരെ സംബന്ധിച്ചിട്ട് അത് നൽകുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനുഭവ പാഠം എന്ന് പറയുന്നത്, പൈപ്പിലെ വെള്ളം തുറക്കുമ്പോൾ അത് അനാവശ്യമായിട്ട് ഒഴുക്കി കളയാതിരിക്കുക, എവിടെയോ 10,000-കണക്കിന് നജീബ്മാർ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരുന്നു. അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാതെ ഭൂമിയിൽ എവിടെയോ മനുഷ്യർ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ സുഖത്തെ ഞാൻ അല്പം ഒന്ന് കുറയ്ക്കുക എന്നൊക്കെയുള്ള വിചാരങ്ങളാണോ? അങ്ങനെയൊക്കെ വന്നാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ പ്രകൃതി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നഷ്ടങ്ങളുണ്ടാകുമ്പോൾ അറിയുന്നില്ല. നമ്മൾ മലയാളികൾ അറിഞ്ഞത് ഒരു 2018 പ്രളയത്തിൽ നമ്മൾ അറിഞ്ഞു, 2002 ഭൂകമ്പത്തിൽ നമ്മൾ അറിഞ്ഞു പ്രകൃതി ഉണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മളെന്താ പ്രകൃതിയെക്കുറിച്ച് ഇപ്പം ചൂട് കൊണ്ട് നമ്മൾ പറയും എന്തൊരു ചൂടെന്ന് പറയും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. മഴ വരുമ്പോൾ നശിച്ച മഴയെന്ന് പറയും, എന്തൊരു ചൂടെന്ന് പറയും. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ശാപവചനങ്ങളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതെ, പ്രകൃതിയെക്കുറിച്ച് നമ്മളിങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ പ്രകൃതി എത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശാരീരിക അവസ്ഥകൾ, കാര്യങ്ങൾ എല്ലാമായി ബന്ധപ്പെട്ടിട്ടല്ലേ പ്രകൃതി നിൽക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും പഠനങ്ങൾ നടത്താനും സാധിച്ചാൽ വലിയ സന്തോഷമുള്ളത്. തുടക്കത്തിൽ അങ്ങ് പറയുകയുണ്ടായി, ഇപ്പോൾ അറബ് ലോകത്ത് നിന്ന് അറബികൾ ഒക്കെ പലരും ഈ സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത്. നേരത്തെ UAE-യിൽ പല രാജ്യങ്ങളിലും ഈ സിനിമ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഇത്തരത്തിൽ അറബികൾ കണ്ടതിന് ശേഷം അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് അങ്ങനെ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ സെൻസർഷിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞതൊക്കെ ഒരിക്കലും ഒരിടത്തും സെൻസർ ഇത് നിരോധിച്ചിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റൂമേഴ്സാണ്. വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ എൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. അതെ, അതായത് നമ്മൾ വളരെ ആദ്യം UAE മാത്രമേ നമ്മൾ സെൻസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് ബാക്കി നമ്മൾ അപ്ലൈ ചെയ്യുകയും അതിന് അനുമതി ലഭിക്കുകയുണ്ടായി. പക്ഷെങ്കിൽ എനിക്ക് ആദ്യ കാലങ്ങളിൽ എനിക്ക് ഇത് മിഡിൽ ഈസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് വരുമ്പം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നത് അവിടുത്തെ ഒരു മലയാളി ഉദ്യോഗസ്ഥൻ്റെ അടുത്തായിരിക്കും. അവൻ്റെ കഥകളിൽ, അവൻ്റെ ഭാവനകളിൽ മെനിയുന്നതാണ് അഭിപ്രായം. അപ്പം അവനങ്ങ് തീരുമാനിക്കുക ഇത് അറബ് ലോകത്തിനെതിരാണ്. അതെങ്ങനെ സംഭവിക്കും? അങ്ങനെയല്ലല്ലോ. ഏതെങ്കിലും ഒരു രാജ്യത്തിനെയോ വംശത്തിനെയോ ഒന്നും ചേർന്നല്ലല്ലോ പറയുന്നത്. ഇത് മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അത് ഏത് നാട്ടിലാണ്.
അവിടെ നല്ലവരുമുണ്ട്, ചീത്തയായ ആൾക്കാരുമുണ്ട്. അപ്പം നല്ലവരുടെ നന്മ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ചീത്ത ആൾക്കാർ, ഈ ലോകം തന്നെ അങ്ങനല്ലേ, വളരെ കുറച്ച് പേരുടെ നന്മ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് പോലും. ജോർദാൻ അടക്കമുള്ള മരുഭൂമികളിലെ ചിത്രീകരണം അതെല്ലാം പൂർണ്ണമായിട്ടും മരുഭൂമിയിൽ തന്നെയാണോ? ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ ക്രോമ ഉപയോഗിക്കുക, അല്ലെങ്കിൽ AI സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ? ഇല്ല, പൂർണ്ണമായും പ്രത്യേകിച്ച് സഹാറ ഡെസേർട്ട്, അൾജീരിയയിലെ ടിനിമോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒക്കെ വെച്ച് പൂർണ്ണമായും അവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആടുജീവിതത്തിന് ശേഷമുള്ള എന്ന് പറയുമ്പോൾ അതിനിപ്പോഴും തുടർച്ചയുണ്ട്. ഈ സിനിമ ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് എന്ത് എന്നുള്ള ചിന്ത വരാം. ഒരുപക്ഷെ അടുത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ ധ്യാനത്തിലിരുന്ന് മനസ്സിനെ വീണ്ടും ആരോഗ്യത്തിലേക്ക് വരുത്തുക എന്നുള്ളതായിരിക്കാം. എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? ഇപ്പോൾ അടുത്ത തന്നെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടില്ല, യാത്രകൾ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ ശേഷം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമ ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പം പോട്ടെ, സാവകാശം അത് ജനങ്ങളുടേതായി മാറട്ടെ. എൻ്റേതായിട്ടുള്ള സിനിമയെ ജനങ്ങളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ ഇടയിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് മോചനം ഉണ്ടാകുന്നത്. ഓരോ വർഷവും ഓരോ സിനിമ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ 16 സിനിമ ചെയ്തേനെ. ഒറ്റ സിനിമയാണ്. അതിനർത്ഥം ഇനിയുള്ള, അപ്പോൾ ഈ 16 വർഷത്തെ അധ്വാനവും അതിനു വേണ്ടിയുള്ള സമർപ്പണവും അതിന് ചേരുന്ന രീതിയിൽ അടുത്ത വർഷങ്ങളിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് സമയം ഒരു സിനിമയ്ക്കായിട്ട് പോയതുകൊണ്ട് പല രീതിയിലുള്ള സിനിമകൾ മനസ്സിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും സിനിമയായി ചെയ്തില്ലേ പോലും അവസാന സമയം വരെ തലച്ചോറിൽ മൂളുന്നത് ഒരു തിരക്കഥയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ആനന്ദിൻ്റെ മരുഭൂമികളുണ്ട്, പല പല ഇല്ല ഞാനത് ഇപ്പം ഞാൻ സ്ഥിരം, എനിക്ക് കൂടുതലും ഞാനുണ്ടാക്കുന്ന കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. ഭ്രമണത്തിലെ ശിവൻകുട്ടിയെ പോലെയോ അല്ലെങ്കിൽ രമേശൻ നായരെ പോലെയോ ഒക്കെ എനിക്ക് അതിന് ഞാൻ ഈ പറഞ്ഞായിട്ട് മുൻവിധികൾ, ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ എത്ര ചോദ്യത്തിന് ഉത്തരവാണ് നോവലിനെ ബേസ് ചെയ്ത് ഞാൻ പറയേണ്ടി വരുന്നത്. കാരണം അതിന് ആൾക്കാർക്കൊരു മുൻവിധിയുണ്ട്. പക്ഷേ ഞാൻ പുതുതായിട്ടൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് സിനിമയോ ഞാൻ എന്ത് പറയുന്നു അതാണ് സിനിമ. അപ്പം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു പ്ലോട്ട് കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കാൻ കഴിയൊന്നുമില്ല. എന്തായാലും അത്തരത്തിലുള്ള നല്ല പ്ലോട്ടുകളിലേക്കെല്ലാം പോയി മലയാള സിനിമയെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. നാശിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.